കേരളത്തിൽ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്ന കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത് എപ്പോഴും പറയുന്നത് നിങ്ങളാരും ഭയപ്പെടാൻ വേണ്ടിയല്ല. ഒരു രണ്ട് പ്രളയത്തെ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ കേരളത്തിലുള്ളവർ. നമുക്ക് ഇനിയൊരു പ്രളയം കൂടി താങ്ങാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വയനാടൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കള്ള കണക്കുകൾ എഴുതി വെച്ചുകൊണ്ട് അവരുടെയൊക്കെ പോക്കറ്റ് നിറയ്ക്കാനല്ലാതെ നമുക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം. മഴയെ നമ്മൾ അവഗണിക്കരുത്, ഭയപ്പെടുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ അതുമൂലം ഉള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ഉരുൾപൊട്ടലിനെയും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വെള്ളപ്പൊക്കത്തിനെയും ഭയക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. ഒരു മണിക്കൂർ മഴ നീണ്ടു നിന്നാൽ തന്നെ കേരളം മുങ്ങും. നേരത്തെയൊക്കെ പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു അവസ്ഥ, റസൽ ജോയിയൊക്കെ പറയുന്നത് പോലെ 2-3 ദിവസം മഴ നീണ്ടു നിന്നാൽ മുല്ലപ്പെരിയാറിലെ വെള്ളത്തിൻ്റെ അളവ് കൂടാനും പിന്നെ ചെറിയ വിള്ളലൊക്കെ ഉണ്ട് എന്ന് പറയുന്ന അതിൽ എത്രത്തോളം കൃത്യമായി നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന തമിഴ്നാട് സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും മഴയെ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. രണ്ട് പ്രളയങ്ങൾ, 2018-നും അതിനുശേഷവും ഉണ്ടായ പ്രളയങ്ങൾ നമ്മളെ വളരെയധികം ഭയപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം കയറി ഒരുപാട് വീടുകൾ നശിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ ഇപ്പോഴും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ഭാഗത്തൊക്കെ, ഈ പൂവാറ്, വിഴിഞ്ഞം, പൊഴിയൂർ ഭാഗത്തൊക്കെ വെള്ളം കയറി കഴിയുമ്പോൾ, വലിയ ശക്തിയായ മഴ പെയ്തു കഴിയുമ്പോൾ കടലിലെ വെള്ളം തീരത്തേക്ക് അടിഞ്ഞു കയറിയും പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലും വെള്ളം കയറുകയൊക്കെ ചെയ്യും. അവർ ക്യാമ്പുകളിലാണ് മാസങ്ങളോളം കഴിയുന്നത്. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതമാർഗം ഇതൊക്കെ ഇല്ലാണ്ടാവുകയും സാമ്പത്തികമായി അവർ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യും. നമുക്കറിയാം നമ്മുടെ കടലിൻ്റെ മക്കളാണ് പ്രളയമുണ്ടായ സമയത്ത് നമ്മളെയൊക്കെ രക്ഷിക്കാൻ എത്തിയത്. പിന്നീട് അവർക്ക് സർക്കാർ എന്ത് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പിന്നീട് അവർ സമരവുമായി രംഗത്ത് വന്നു. ഉപജീവന മാർഗത്തിനായി സമരത്തിന് ഇറങ്ങേണ്ട ഒരു ഗതികേടൊക്കെ അവർക്ക് ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. അതിനു വേണ്ടിയിട്ടാണ് നിരന്തരം ഇത്തരം വാർത്തകൾ, മുന്നറിയിപ്പുകൾ നിങ്ങൾക്കായി ഞങ്ങൾ പറയുന്നത്. ഇത് ഭയപ്പെടാനല്ല. മഴ വരുമ്പോൾ തന്നെ വീടും പൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഓടണമെന്നല്ല പറയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കൃത്യമായി നിങ്ങൾ അറിയുകയാണ് എങ്കിൽ എപ്പോഴൊക്കെയാണ് മഴ വരുന്നത്. ഇപ്പോൾ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 ജില്ലകളിലുള്ളവർ ശക്തമായ മഴ വരുമ്പോൾ ഒന്ന് മാറി താമസിക്കുവാനും, പിന്നെ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊന്ന് മാറിപ്പോകാനും. ഇപ്പോൾ വെള്ളപ്പൊക്കമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. 2018-ലും അതിനുശേഷവും വന്ന പ്രളയങ്ങൾ നമ്മൾ കണ്ടതാണ്. നമുക്കൊരു പക്ഷേ അത് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഭയമാണ്. കാരണം 2018 സിനിമയൊക്കെ കണ്ടപ്പോഴാണ് അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്ക് അത് അനുഭവിച്ചവർക്കും അത് അനുഭവിക്കാത്തവർക്കും ഒക്കെ മനസ്സിലായത് ആ സമയത്താണ്. അപ്പോൾ മണ്ണിനടിയിലൊക്കെ വീടുകൾ ജീവനോടുകൂടി ആളുകൾ മണ്ണിനടിയിലൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ വല്ലാത്ത ഭയമാണ് നമുക്ക്. മഴ ഏതു തരത്തിലാണ്, ശക്തിയായി കാറ്റ് വീശുമോ, മഴ പെയ്യുമോ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ, വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ. ഇപ്പോൾ 6 ജില്ലകളിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകൾ ഇതാണ്. സംസ്ഥാനത്ത് ഈ മാസം 4 വരെ ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വിവിധ ജില്ലകളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും 3-ന് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും, അതായത് ഏപ്രിൽ 3-നാണ് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും, ഏപ്രിൽ 4-ാം തീയതി എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ മധ്യ കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഏറും. സാധാരണ നിലയിലുള്ള മഴയും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. മഴയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂടും കൂടിയ തോതിൽ തുടരുകയാണ്. സൂര്യപ്രകാശത്തിൽ അൾട്രാ വികിരണങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ പകൽ സമയം ഏറെ നേരം തുടർച്ചയായി നേരിട്ട് വെയിലേൽക്കുന്നത് സുരക്ഷിതമല്ല എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മാർച്ചിൽ സംസ്ഥാനത്ത് 65.7 മില്ലിമീറ്റർ വേനൽ മഴ ലഭിച്ചു എന്നാണ് കണക്ക്. 2017-ന് ശേഷം മാർച്ചിൽ ഏറ്റവും അധികം വേനൽ മഴ ലഭിക്കുന്നത് ഇത്തവണയാണ്. 121 മില്ലിമീറ്റർ മഴ ലഭിച്ച കോട്ടയമാണ് ജില്ലകളിൽ മുന്നിൽ.
കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും സാധാരണ മാർച്ചിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഏപ്രിൽ ജൂൺ കാലയളവിൽ രാജ്യത്ത് സാധാരണ രീതിയിലും ഉയർന്ന ചൂട് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ഉരുൾപൊട്ടലിന് വേനൽ മഴ കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ജാഗ്രതയോടുകൂടി, ഭയമില്ലാതെ ജാഗ്രതയോടുകൂടി, ഭയവും വേണം. കാരണം കുറച്ച് ഭയമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കൂ എന്നുള്ളതാണ്. കാരണം ഈ ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെയാണ് വലിയ ഭയമുള്ളത് ഈ സമയത്ത്. കാരണം ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ, വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളത്. പലപ്പോഴും ഇടുക്കി ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന, മലയോര ഭാഗത്തൊക്കെ താമസിക്കുന്നവരുടെ ഒരു ആദിയും ഒരു പേടിയും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കാരണം ബന്ധു വീടുകളിൽ പോകണമോ, മഴ ശക്തിയായി പെയ്യുമ്പോൾ രാത്രി ഉറങ്ങാൻ തന്നെ അവർക്ക് പേടിയാണ്. ഉറങ്ങാതെ ഉറക്കം ഒഴിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ഒരു സംവിധാനം, നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് കൃത്യമായൊരു സംവിധാനം ഇത്തരം മഴയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കാനൊക്കെ സംവിധാനങ്ങളുണ്ട്. അത് കൃത്യമായി പ്രയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ മുണ്ടക്കയും ചൂരൽമലയും പോലെയുള്ള ഒരു പ്രദേശം തന്നെ ഒലിച്ചു പോകുന്ന കണ്ണീരിൻ്റെ കഥകൾ നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. എത്ര കുഞ്ഞുങ്ങളാണ്, എത്ര കുഞ്ഞു മക്കളാണ്, എത്ര അമ്മമാരാണ്, എത്ര അച്ഛന്മാരാണ്, എത്ര ഉമ്മമാരാണ്, എത്ര ബാപ്പമാരാണ്, എത്ര ആളുകളാണ് ആ മണ്ണിനടിയിലേക്ക്. ഇപ്പോഴും 40-ലേറെ മൃതദേഹങ്ങൾ കിട്ടാതെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ മരിച്ചവരായി കണക്കാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറ്റവരെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അവരൊക്കെ മണ്ണിനടിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുക.